ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷെ വീഡിയോയുടെ ലാസ്റ്റ് ആ കേക്ക് കാണുമ്പോൾ നിങ്ങൾ അന്തം വിടരുത്, അത് ഞാൻ ഇപ്പോഴേ പറയാണ്. അപ്പൊ നമ്മുടെ കേക്കിന്റെ സസ്പെൻസ് അങ്ങോട്ട് കളയണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ, കേക്കിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനായി ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് സാൾട്ട് ആൻഡ് ടേസ്റ്റ് ആണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്ന വാട്ടർ ആണ്. ഇനി നമുക്കിതൊന്ന് അടിച്ച് മിക്സ് ചെയ്താലോ. അപ്പൊ നമ്മൾ മാവ് ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണ്ടേ? നമ്മൾ ദോശമാവിന്റെ പരുവത്തിലാണ് നമ്മൾ മാവാക്കി എടുത്തിരിക്കുന്നത്. നമ്മളൊരു ദോശത്തവ എടുത്തിട്ടുണ്ട്. അങ്ങനെ തവ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് മാവ് ഇതിലേക്ക് ഒന്ന് കോഴി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശയുടെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് മറിച്ചിട്ടാലോ. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചരുവം വേണം. ദാണ്ട ഒരു ചരുവം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ്. ദാണ്ട വരുന്ന മുട്ട. ഇനി നമുക്ക് ഇത് പൊട്ടിച്ച് ഒഴിച്ചാലോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടിച്ച് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടിച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് അടുത്തതായിട്ട് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബൗളിന്റെ പകുതി മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും വേണം ഒരു ചരുവം. അങ്ങനെ നമ്മുടെ കയ്യില് ചരുവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് കൊണ്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഓയിൽ പേപ്പർ ആണ്. ഓയിൽ പേപ്പറിന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അടിയിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കാഷ്നട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാലും മുട്ടയും മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചുട്ടു വെച്ചിരിക്കുന്ന ഒരു ദോശ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് വീണ്ടും നമ്മുടെ പാൽമുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ നമ്മുടെ ദോശ. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ദോശ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇഡലി ചെമ്പാണ്. അതാണ്ട് വരുന്നത്. നമുക്ക് ഗ്യാസിലേക്ക് വെച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു റിംഗ് ആണ് വെച്ചെടുക്കുന്നത്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സറിലേക്ക് ഇറക്കി വെക്കാം. നമുക്കിതൊരു 10-20 മിനിറ്റ് അരമണിക്കൂർ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു അടപ്പും കൂടി അടച്ചു കൊടുക്കാം. അപ്പൊ ദോ വരുന്നു നമ്മുടെ അടപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുത്താലോ? അങ്ങനെ നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിക്കുട്ടത്തിന്റെ അടപ്പ് വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചത്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് തുറന്നു നോക്കിയോണ്ട് അതിന്റെ അടപ്പങ്ങ് പൊങ്ങി വന്നപ്പോഴത്തേക്ക് അതിന്റെ അടപ്പൊക്കെ മാറ്റിയായിരുന്നു. നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു നൈഫ് വെച്ചിട്ട് ഇത് റൗണ്ട് ഒന്ന് ആക്കി കൊടുക്കാം, ഒന്ന് ഇളക്കി കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നാൽ നമുക്കൊന്ന് കമഴ്ത്തി ഇടാം. നമ്മുടെ കേക്ക് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ കേക്ക് ഇവിടെ അസലായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മളിത് ദോശ വെച്ച് ചെയ്തതാണേ പറയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നമുക്ക് ഇതിനെ പുഡിംഗ് എന്നും പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഫസ്റ്റ് ടൈം എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ദോശയുടെ ഒരു ടേസ്റ്റും ഇല്ല. നമ്മുടെ അടിപൊളി കേക്കിന്റെ അല്ലെങ്കിൽ പുഡിങ്ങിന്റെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ എഗ്ഗിന്റെ ഒരു ഫ്ലേവർ അതാണ് ഇതിൽ കളിക്കുന്നത്. അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. എന്നിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അന്നെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇത് കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓടിപ്പോയെന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കിടിക്കാച്ച റെസിപ്പീസും ആൻഡ് ടിപ്സും ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.